ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഔലിയാക്കളെ വെറുപ്പിക്കുന്നവരോട് അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിനുശേഷം ആ ഹദീസിൻ്റെ തുടർച്ചയിൽ പറയുന്നു, എൻ്റെ അടിമ എന്നോട് ഫർളും സുന്നത്തുമായ കർമ്മങ്ങൾ കൂടുതൽ നിർവഹിച്ച് ജീവിതത്തിൽ തഖ്വയിലും മറ്റെല്ലാറ്റിലും കൂടുതൽ ജാഗ്രത പാലിച്ച് അവൻ എന്നിലേക്ക് അടുക്കും. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കണ്ണും കാതും മറ്റെല്ലാം ഞാനായിത്തീരും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, അടിമയുടെ കണ്ണും കാതും എല്ലാം അള്ളാഹു ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണ്ണിനും കാതിനും മറ്റെല്ലാ അവയവങ്ങൾക്കും അതിശക്തമായ കഴിവ് കൊടുക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന്. ഈ ആശയമാണ് 32-ാം വരിയിലൂടെ മുഹയ്യിദ്ദീൻ മാലയിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. എന്നോടേകൽ ഊടയവൻ തൻ്റെകൾ ആകന്ന് ഞാൻ ചൊൽകിൽ ആകും ആദന്നോവർ. എൻ്റെ കൽപ്പന അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഞാൻ കൽപ്പിക്കുമ്പോൾ അത് അള്ളാഹു കൽപ്പിക്കുന്നതിന് തുല്യമാണ്. ആകന്ന് ഞാൻ ചൊൽകിൽ ആകുമെന്ന് അതൊന്നോവർ. ഒരു വസ്തുവിനോട് ഉണ്ടാകണം, അത് ഇന്നതുപോലെ ആകണം എന്ന് ഞാൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിത്തീരും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കിത്തരും എന്നാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ വരിയിലൂടെ പഠിപ്പിക്കുന്നത്.